ഞാൻ പറഞ്ഞു നമ്മുടെ 7ാമത്തെ പോഡ്കാസ്റ്റ് ആണിത്. അപ്പം ഈ 5 ഇതിന്റെ അകത്തിൽ നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വ്യൂസ് കുറവ് കിട്ടിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് തോന്നുന്നത്? ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് അതായത് നമ്മുടെ പിള്ളേരോട് തന്നെ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കണ്ടോണ്ടിരിക്കാനൊന്നും തോന്നുന്നില്ലടേ, നിങ്ങളിരുന്ന് എന്തോ സംസാരിക്കുന്നു, അത് നമ്മൾ ഫുള്ളൊന്നും കാണുന്നൊന്നും ഇല്ല എന്നൊരു അഭിപ്രായം വന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ വന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും തോന്നുന്നത്. അല്ല, നമ്മളാണെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഇരുന്ന് ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു 2-3 വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മടുപ്പ് തോന്നും. ഇല്ലടേ, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പെരിമെന്റ്സ് അല്ലേ. നമ്മളിപ്പം ഈ കാര്യം തുടങ്ങിയത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു റിസ്ക് അല്ലേ. അതെ, നമ്മുടെ ഒരു ട്രയലാണ് ഈ ഒരു വർഷം. പക്ഷെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നു, ഇപ്പൊ പലരോട് സംസാരിക്കുന്നത്, പല പല മനുഷ്യന്മാരുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. പലതരം സ്വഭാവം, പല പല ഡീലിങ്സ്. പലരും ഇങ്ങനെ ലൈഫിനെ കാണുന്നത് വ്യത്യസ്തമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ, കറക്റ്റ്. എന്റെ ദൈവം, ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണേ ജീവിതത്തെ കാണുന്നേ. അല്ലെ, നാളെ എന്ന ദിവസത്തെ പോലും അപ്രോച്ച് ചെയ്യുന്നത് പല പല രീതിയിലാ. ഒപ്പീനിയൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ശ്രദ്ധ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പം നിങ്ങൾ രണ്ടുപേരും വർക്ക് കൂടെ ചെയ്യുന്നുണ്ട്, അതും നമ്മുടെ ശ്രദ്ധയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതെ, കൂട്ടത്തിൽ ഏറ്റവും റിസ്ക് എടുത്ത് നിൽക്കുന്ന ഒരാളാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കാരണം ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, വേറെ ജാസ്മിൻ ചേച്ചിയും വേറെ ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ പക്ഷെ അതിൽ നിന്ന് തന്നെ ഒരു കമ്പാരിസൺ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസാരിച്ചതേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് സംസാരിച്ചതേ. അതാ, നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോയിട്ട് നമ്മുടെ ടീച്ചർമാരെ കൺട്രോൾ ചെയ്യുന്നില്ല നമ്മള്. അവര് അവരുടേതായ ഐഡിയാസ് കൊണ്ടുവന്നിട്ട് അവര് നമ്മളോട് അത് പറയുമ്പം ഇങ്ങനെയാണ് കുട്ടീന്ന് മനസ്സിലാക്കി ഇത് പറയുമ്പം അവരാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ മനസ്സിലാക്കിയത്, അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം നമുക്ക് അതിനകത്തൊരു സന്തോഷമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുമ്പം നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഒരു ശരിക്കുള്ള ഒരു സന്തോഷം ഉണ്ടാവും. അത് വേറൊരാളുടെ കീഴിൽ നമ്മൾ പണിയെടുക്കുന്നതല്ല, ഒരാളുടെ കീഴിൽ പണിയെടുക്കുന്നതല്ല. അവിടുത്തെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന നമ്മളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. അത് വരുമ്പോഴത്തേനുള്ള ഒരു ഫീല് എൻറ്റയർ ഡിഫറെന്റ് ആണ്. ഞാൻ സത്യം പറയട്ടെ, ഞാന് ഇവിടെ ഒരു കുട്ടിക്ക് നമ്മുടെ ടീമിൽ തന്നെ ഒരു കുട്ടിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, മാക്സിമം ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഈ പോയി പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളെക്കാട്ടിലും എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആ കുട്ടിയില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റേതായ ഇൻപുട്ട് ഇടുന്നോണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അതാണ് സ്കൂളിൽ അവര് പറയുന്ന രീതിയിൽ പോണം, അവര് പറയുന്ന ഓർഡറിൽ പോണം. ടെക്സ്റ്റിലെ ഓർഡർ അല്ല, അവര് പറയുന്ന ഓർഡറിൽ പോണം. ഈ സ്ക്വയറും സ്ക്വയർ റൂട്ടും പഠിക്കാതെ എക്സ്പോണൻസിലോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ബേസിക് സാധനമാണ്. ഒരു സാധനം ഒരു ഓർഡറിൽ പോകുമ്പോൾ അതൊന്നും പറ്റില്ല. നമ്മൾ എവിടുന്നോ എന്തോ എടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് പല സ്കൂളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് മാനസിക സന്തോഷമൊന്നും നൽകുന്നില്ല. ക്രിയേറ്റിവിറ്റിയെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ടീച്ചിങ് എന്നുള്ള ഫീൽഡിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലേ? നന്നായിട്ട്. കാരണം അവരുടെ ഒരു ഭയങ്കര കൺട്രോൾ വരുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത്. അതായത് നമുക്കൊന്നും ഇൻപുട്ട് ഒന്നും ഇടാൻ പറ്റുന്നില്ല. അതായത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, കാരണം നമ്മളല്ലേ അവരെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മൾക്കല്ലേ അവരെ കുറച്ചുകൂടെ അറിയാവുന്നേ. അവർക്ക് ഇത് വേണം അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്താൽ കൊള്ളാമെന്നും പോകും. അപ്പൊ അവര് വന്നിട്ട് വേറൊരു കാര്യം പറയും, നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിതരാകും. നമ്മുടെ ആ സന്തോഷ സമാധാനം ഒക്കെ അങ്ങ് പോകും. സത്യം, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ സിസ്റ്റം മൊത്തത്തിൽ മാറേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ അവരുടെ അപ്രോച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത്. ഇപ്പം അറിയാലോ, നമുക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡ് വരുമ്പോൾ. ഇപ്പം ദൈവം സഹായിച്ച ഓഫ്ലൈൻ ഇതുകൂടെ ആക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഇനിഷ്യേറ്റീവിൽ ഒരു ഓഫ്ലൈൻ ബ്രാഞ്ചൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ
ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്താണെന്നറിയോ? നമുക്ക് കിട്ടിയേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ ടീം നല്ല ആൾക്കാരാണ്. അതായത് ക്ലാസ്സുകളാണെങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ല, നമ്മളൊരു സാധാ ഒരു ട്യൂഷൻ പോലെ തുടങ്ങിയ ഒരു പരിപാടി അല്ലല്ലോ. ഒരു എക്സ്ട്രാ ഹെൽപ്പ്. ആക്ച്വലി കുട്ടികളെ 2 ക്ലാസ് അവർക്ക് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സെയിം കാര്യമാണ് അവർ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതും അവര് എന്താ വീട്ടിൽ വന്ന് വീണ്ടും ട്യൂഷൻ പോലെ അവരെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം തന്നെ 2 രീതിയിൽ 2 പേര് പഠിപ്പിക്കുന്നതിനകത്ത് വലിയ ഇതില്ല. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഒരു ഹെൽപ്പ് ഉണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അത് പക്ഷെ പറ്റുന്നുണ്ട് നമ്മളെ കൊണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു നമ്മളെ മടുപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുണ്ടല്ലോ, നമ്മൾ എത്ര കാര്യം ചെയ്തു കഴിഞ്ഞാലും അവസാനം ഒരു ബ്ലെയിം വരുന്ന ടീച്ചറിന്റെ മണ്ടയ്ക്ക. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം PTA മീറ്റിംഗ് വെച്ചപ്പോ പിള്ളേർ പേരൻസിന്റെ എല്ലാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങൾ നോക്കിക്കോണേ, നിങ്ങൾ ചെയ്തോണേ, ഇന്ന ആളെ ഒന്ന് കെയർ ചെയ്തോണേ. ഇപ്പൊ ഒരു 10-20 കുട്ടികളുള്ള ഒരു ക്ലാസ്സില് നമുക്ക് ആ 20 പേരും ഒരുപോലല്ലേ? നമ്മൾ എങ്ങനെ ഒരാൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക? എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അതായത് നിങ്ങൾ നോക്കിക്കോണേ, നിങ്ങളുടെ കയ്യിലാണ് എല്ലാം. എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. വീട്ടിൽ പോയി പഠിക്കുന്നുണ്ടോ ചോദിച്ചു, വീട്ടിൽ പോയി പുസ്തകം എടുക്കാറില്ല. അപ്പൊ പിന്നെ എന്താ നടക്കാൻ പോകുന്നത്? അപ്പൊ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. ഈ ബ്ലെയിം കേൾക്കുക എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഒരു ഇതില് ഭയങ്കര എന്തോ എനിക്ക് ഭയങ്കര കഷ്ടവും സഹതാപവും തോന്നിപ്പോവാ. എന്റെ കാര്യത്തിൽ കഷ്ടം തോന്നും, ബാക്കിയുള്ളവർ കേൾക്കുന്നവർക്ക് അതിനകത്ത് സഹതാപം തോന്നിപ്പോവാ. അവര് നിസ്സഹായരായി പോവാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ പോലെ ബ്ലെയിമിങ് ആണ് ഈസി. അതെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനെയാണ്. അതുകൊണ്ട് അത് അങ്ങോട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാകുമ്പോ കാര്യങ്ങളും കാരണങ്ങളും ഒന്നും ബോധിപ്പിക്കണ്ടല്ലോ, പറഞ്ഞാ പോരെ. നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ട് കേട്ടോണ്ട് നിൽക്കുകയും ചെയ്യും, അവിടെ അത് തീരും. ഈ ഒരു സെയിം സംഭവം കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടന്നു. ഞാൻ ചെന്ന ടൈമിൽ ഒരു PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു പേരന്റ് ഒന്ന് ഭയങ്കര കുറ്റപ്പറിച്ചില്. അത് പറയുന്നത് പറഞ്ഞാൽ കൊച്ചു മുടി വെട്ടുന്നില്ല, കൊച്ചു വീട്ടിൽ വന്നിട്ട് പഠിക്കുന്നില്ല. എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു എന്താ ഒരു ഫോർമൽ ഒരു ടീച്ചർ, ഒഫീഷ്യൽ ടീച്ചറായിട്ട് ഇരിക്കില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഇനി ഇവനോട് വീട്ടിൽ കൊണ്ടുവരുമോ? വീട്ടിൽ പോയിട്ട് ഇവരെ പഠിപ്പിക്കേണ്ടി വരുമോ? മീൻസ് എന്നോടല്ല സംസാരിക്കുന്നത്, വേറൊരാളോടാ. അപ്പൊ ഞാൻ എന്നോട് പറയുന്നെങ്കിൽ എനിക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നി ഞാൻ ഇനി ഇവന്റെ കൂടെ വൈകിട്ട് വീട്ടിൽ പോയി ഇവനെ പഠിപ്പിക്കണോ? കുറെ നേരം കേട്ടോണ്ടിരുന്ന ടീച്ചർ ഇച്ചിരി സീനിയർ ടീച്ചറായോണ്ട് പുള്ളിക്കാരി നേരെ തിരിച്ച് കാര്യം പറഞ്ഞു. അതായത് ഇത്രയും പിള്ളേരുണ്ട്, ഈ പിള്ളേരിൽ ഒരാളെ മാത്രമായിട്ട് പറ്റുന്നത്ര നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം. ഇതെനിക്ക് മനസ്സിലാകുന്നത് പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ട് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വയ്യാത്തതുകൊണ്ടെങ്കിൽ ബ്ലെയിം ചെയ്യുന്ന കണക്കിന് എനിക്ക് തോന്നി അത് കേട്ടപ്പോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇവരുടെ കയ്യിലായിരുന്നു ഈ കുഞ്ഞുങ്ങൾ ഇത്രയും നാളെ. അത് കഴിഞ്ഞിട്ട് ഇവരിപ്പൊ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു കംപ്ലൈന്റ് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് ഫോൺ എടുക്കുന്നു, ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് ഡിസിപ്ലിൻ പഠിപ്പിക്കണമെന്ന്. ഇതൊന്നും നമ്മൾ കതിരുമ്പേ കൊണ്ട് വളം വെക്കേണ്ട കാര്യങ്ങളല്ല. നമുക്ക് ഉപദേശിക്കാം, നമുക്ക് പറയാം, ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനകത്ത് കൊടുക്കുന്നതിനകത്ത് ഒരു ഇതുണ്ട്. അതിനകത്ത് പേരൻസിന്റെയും കൂടെ ഒരു പാർട്ട് വേണം, എങ്കിൽ മാത്രമല്ല നമുക്കത് ചെയ്യാൻ പറ്റൂ. പേരൻസിന്റെ പാർട്ടും വേണം. പിന്നെ ഈ ഡിസിപ്ലിന്റെ കാര്യം കുട്ടികളെ നമുക്ക് ഒരു ലോവർ ലെവൽ മുതൽ പഠിപ്പിക്കാൻ പറ്റും. ഈ ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ലോവർ ക്ലാസ്സുകളിലൊന്നും പിള്ളേർക്ക് അങ്ങനെ വലിയ പഠിപ്പീരും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ കൂടുതലും പഠിപ്പിക്കുന്നത് സിവിക് സെൻസുകളെ കുറിച്ച്, എങ്ങനെ എൽഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെമ്പറായിട്ട് എങ്ങനെ മാറാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതായത് അവരുടെ ക്ലാസ് റൂമുകളൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്യുന്നത്. ഒരു ഏജ് എത്തുമ്പോഴേ അവർക്ക് ഈ അക്കാഡമിക്സ് എന്നുള്ള ഒരു കാര്യം തുടങ്ങത്തുള്ളൂ. സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം നല്ലൊരു വ്യക്തിയല്ലാതെ ആ വ്യക്തിക്ക് അറിവ് നേടിയിട്ട് കാര്യമില്ല. PhD ഉള്ള ശുദ്ധ മണ്ടന്മാരെ നമുക്കറിയാം, ഇഷ്ടം പോലെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പലയിടത്തായിട്ട്. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു മനുഷ്യന്റെ എന്താ പറയുന്നത് ഒരു ഇന്റലിജൻസിന്റെ ഇതാ. പക്ഷെ ബാക്കിയുള്ള EQ SQ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ അതിലൊരു മീനിങ് ഇല്ല. ഇപ്പം ബോംബ് ഉണ്ടാക്കുന്ന ഒരു ടെററിസ്റ്റ്, പുള്ളി നല്ല ഇന്റലിജന്റ് ആണ്. ഒരു ബോംബ് ഉണ്ടാക്കി ആ ബോംബ് കറക്റ്റ് ടൈമിൽ ഇത് ചെയ്ത് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നല്ല ബുദ്ധി വേണം, അല്ലെങ്കിൽ അത് നല്ല അറിവ് വേണം. പക്ഷെ ആ അറിവ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കണമെന്നുള്ളത് അത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മോൾഡ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം തന്നെ. ക്ലാസ് റൂം ഒക്കെ ക്രിയേറ്റീവ് ആയിട്ട് മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതാണ് ആ ജെഫിൻ ഇപ്പൊ പറഞ്ഞ ആ സിസ്റ്റം ഇല്ലേ, അതൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ട കാലമായി. ഇപ്പൊ ഈ കോവിഡ് കാരണം, സത്യം പറഞ്ഞാൽ കോവിഡ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് ഏറ്റവും ഗുണം ഉണ്ടായ ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം. കാര്യം നല്ല റിസോഴ്സസ് നമുക്ക് കിട്ടാൻ തുടങ്ങി. അതുവരെ ആർക്കും, ഞാൻ പറയട്ടെ, ഒരു ഫയൽ സേവ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ടെക്നോളജിക്കലി ഭയങ്കര ഹൈപ്പാണ് അവിടെ കിട്ടിയത്. ടെക്നോളജിയുമായിട്ട് നമ്മൾ
നന്നായിട്ട് ഇഴുകി ചേർന്നു എല്ലാ കാര്യത്തിലും. ഇപ്പം 10 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ നമുക്ക് അടുത്ത ദിവസം ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ആരും കുഴപ്പമില്ല, എല്ലാവരും ഓക്കെ ആണ് ഓൺലൈൻ ക്ലാസ്. എങ്ങനെ അത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം, എപ്പൊ മ്യൂട്ട് ചെയ്യണം എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും വിരൽത്തുമ്പിൽ ഇതൊക്കെ നിൽക്കുമ്പം പിള്ളേർക്കും കുറച്ചും കൂടി നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ഓഫർ ചെയ്യാൻ നമുക്ക് പറ്റേണ്ടതാണ്. അത് നടക്കുന്നില്ല. സത്യം. ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഈ ചെറിയ ഇംഗ്ലീഷ് വേർഡ്സിന്റെ ഒക്കെ കാര്യത്തിൽ എനിക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്റേതായ. ഞാനത് ഓവർകം ചെയ്യാൻ പണ്ടേ ഞാൻ മൾട്ടിമീഡിയ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, വീഡിയോസ് കാണിക്കുക, അല്ലെങ്കിൽ PPT പ്രസന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അത് ഞാൻ എന്റെ ഒരു ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പം ടീച്ചേഴ്സിന് ഇപ്പൊ AI യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ടീച്ചേഴ്സിന് ഒരു മാൻഡേറ്ററി ആയിട്ടൊരു സാധനമായിട്ട് ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. ഇച്ചിരി ലേറ്റ് ആയി പോയെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവർ ഈ ഫോൺ യൂസ് ചെയ്യുന്ന കംപ്ലൈന്റ് പറയുന്നില്ലേ, ഇപ്പം പഠിക്കാൻ കുറച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ഇപ്പം മാത്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റിന്റെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ChatGPT കൊടുത്ത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തതാ, അല്ലെങ്കിൽ ഇതിന്റെ വേർഡ്സിന്റെ മീനിങ് ഒക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതാ, അല്ലെങ്കിൽ ഇതിന്റെ ലെവൽ 1 പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞതാ. അങ്ങനെയൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യാം. പക്ഷെ എല്ലാരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ബാഡ് ഹാബിറ്റ് ഫോളോ ചെയ്യാനാണല്ലോ ഇഷ്ടം. വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഒരു ജങ്ക് ഫുഡ് ഇപ്പൊ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്ലഷർ തരുന്ന ഒരു കാര്യമാണ്. അതൊരു ബാഡ് ഹാബിറ്റ്. അത് ഫോളോ ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അത് അത്ര പ്ലഷർ തരില്ല, പക്ഷെ ഇത് ലോങ് ടേമിൽ നല്ലതായിരിക്കും. അങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒരു നല്ല വേയിൽ പോകും. കറക്റ്റ് ആണ്. പണ്ടുണ്ടല്ലോ, ഓർക്കുന്നു, നമ്മളിപ്പോ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പോ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അന്നത്തെ ദിവസം പഠിക്കാതിരിക്കട്ടെ, നമുക്കൊരു ഡൗട്ട് വന്നാൽ അടുത്ത ദിവസം വരെ ഞാനിവിടെ ചിപ്സ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ടാണോ അത്? അല്ല, നമ്മള് ക്ലാസ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോർമൽ ഇല്ല, ഞാൻ എന്റെ ഒരു ഇത് വിട്ട് ഞാൻ കളിക്കത്തില്ല. ആര്, ഞാനോ? ഇപ്പോഴത്തെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ല നീ ഫോർമലാന്നുള്ളത്? ഇപ്പൊ ഫോർമൽ ആണോ? ഇത് കേക്ക് പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഈ പഠിക്കാനൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയം വന്നാൽ നമ്മൾ അടുത്ത ദിവസം വരെ നോക്കിയിരിക്കണം ആ ടീച്ചറിനോട് ഡൗട്ട് ചോദിക്കാൻ, അല്ലെ നമ്മുടെ കൂട്ടുകാരോട് ചോദിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വരെ കാത്തു നിൽക്കണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ, എന്തെങ്കിലും ഡൗട്ട് വന്നാൽ പെട്ടെന്ന് ടീച്ചറിനെ വിളിച്ചു ചോദിക്കാം. അതല്ലെങ്കിൽ ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ജസ്റ്റ് ChatGPT ചോദിച്ചാൽ കിട്ടും, അല്ലെ ഗൂഗിളിൽ നോക്കിയാൽ മതി. അതും അല്ലെ യൂട്യൂബിലും എല്ലാം കിടപ്പുണ്ട്. അല്ല, അത്രയും എക്സ്പോഷർ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ടീച്ചേഴ്സിന് എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ, അല്ലേ? പിള്ളേരിപ്പം ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു, നമ്മള് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പേടിയായിരുന്നു, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ അടിച്ചമർത്തി ഇട്ടേക്കായിരുന്നു. നമ്മളൊരു കാര്യം വന്നാൽ നമ്മൾ ചോദിക്കുക, അതിന്റെ ആവശ്യമില്ല, പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് എന്റെ ഏറ്റവും ഇളയ കസിൻ ഉൾപ്പെടെ അവളെ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്. അല്ല, പക്ഷെ ആ ജനറേഷന്റെ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാത്തൊരു കാര്യം കണ്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യും, എന്തുകൊണ്ട്. അത് മാത്രമല്ല, ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും അതെന്തുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ക്യൂരിയോസിറ്റി, അതെന്തുകൊണ്ട് എന്നുള്ള കണ്ട്. അത് പക്ഷെ നല്ലൊരു കാര്യമായിട്ട് ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്നത്. അതെ, അത് എല്ലാരും ഈ നെഗറ്റീവ് ഇപ്പോഴത്തെ 2K കിഡ്സ് എന്ന് പറയുമ്പോഴും എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് തോന്നിയൊരു കാര്യം അതാ. അവർക്ക് അവര് കാണുന്ന ഒരു രീതിയുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. അവരുടെ ഒരു രീതി എനിക്ക് ഭയങ്കര വേറെ. അവർക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വൈബ്രേറ്റിംഗ് ആയിട്ട് ചെയ്യാനോ കുറച്ചും കൂടി ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. അവർക്ക് ഈ യൂഷ്വൽ മെത്തേഡ്സ് ഇഷ്ടമല്ല. നിങ്ങള് ഇൻസ്റ്റ എടുത്ത് നോക്കണം. ഇൻസ്റ്റയിൽ ഇപ്പൊ ക്ലോത്തിങ് ബ്രാൻഡുകളുടെ ബിസിനസ് ഇത് ചെയ്യുന്നൊക്കെ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ 7 പഠിക്കുന്നത് 8. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, നമ്മുടെ ഇവിടെ ചെങ്ങന്നൂര് 7ലും 6ലും പഠിക്കുന്ന 2 പിള്ളേര് ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി. ഒരാൾ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടപ്പോ ആക്ച്വലി ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ
നമ്മളെന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു ജോലി എന്ന് പറയുന്നത് ഒരു മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാലേ ഒരു ജോലി പറ്റുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു നമ്മുടെയൊക്കെ ഇത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ മാസ്റ്റേഴ്സ് എടുത്തൊരു ഏജ് നമ്മുടെ. എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ട്, കാരണം ഓൺടർപ്രണർഷിപ്പ് നന്നായിട്ട് കൂടുന്നുണ്ട്. പിള്ളേര് തന്നെ എങ്ങനെ ഏൺ ചെയ്യാം. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം, ഈ കഴിഞ്ഞ ദിവസം മറ്റേ സൈലത്തിന്റെ ഡോക്ടർ അനന്തുവിന്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ കണ്ടു, കാർത്തിക് സൂര്യയുടെ ഇതിന്റെ അകത്ത്. അതിനകത്ത് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ, പണ്ടൊരു പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ചാനൽ വേണമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു 5 ലക്ഷം സംതിങ് കോപ്പീസ് ന്യൂസിന്റെ കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വർഷം കഴിഞ്ഞ്. അതായത് പേപ്പർ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പം അടുത്ത അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വേ ആണത്. ഇപ്പൊ നമ്മൾ പറയും ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം? പക്ഷെ നമ്മുടെ കണ്ടന്റ് യുണീക്കാ, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വ്യൂവേഴ്സ് കിട്ടും. വ്യൂവേഴ്സ് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള പൈസ, നമ്മൾ ചെയ്യുന്ന ആഡുകൾക്കുള്ള പൈസ നമുക്ക് കിട്ടാൻ തുടങ്ങും. ശരിയല്ലേ? ഞാൻ ചെയ്തതെന്ന് വെച്ച് ഞാൻ പറയട്ടെ. അതായത് നമുക്കത് ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഇടുക, അല്ലെങ്കിൽ നമുക്കത് മോണിറ്റൈസ്ഡ് ആയിട്ട് പൈസ കിട്ടുക എന്നതിനെക്കാട്ടില് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുവാന്ന് നമുക്ക് തോന്നും. നമ്മുടെ ഈ ഒരു വിരസത ഉള്ള ഒരു സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം അതൊരു സന്തോഷം. ഒരു വ്യൂ എങ്കിൽ ഒരു വ്യൂ കൂടുമ്പം ഒരാളും കൂടെ എന്റെ വീഡിയോ കണ്ടു, ഇങ്ങനൊക്കെ തോന്നും നമുക്ക്. അതിനകത്ത് വേറൊരു സന്തോഷം ഉണ്ടത്. നന്നായിട്ട് മനസ്സിലാവുന്ന ഞങ്ങൾക്ക് അറിയാം അല്ലേ? എനിക്കത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതാ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങുക. എപ്പോഴും ഫുഡ് പെങ്കൊച്ചിനെ അറിയത്തില്ലേ, സുമി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആരാണ്ട് പോഡ്കാസ്റ്റിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, ആ കുട്ടി എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല, അവളുടെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്ത് കാണിക്കുക. അവൾ എപ്പോഴും കഴിക്കുക, അത് കാണിച്ചു. അത് എത്ര വ്യൂസ് ആണ് ആ വീഡിയോയ്ക്ക് കണ്ടോ? കാര്യം ഒരു ഹുക്ക് ഉണ്ട്, എവിടെയെങ്കിലും ഒരു ഹുക്ക് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ ഇപ്പൊ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളി ഒരു 7-8 വർഷത്തോളം വീഡിയോ ഇട്ടിട്ടാണ് പുള്ളി ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഒരു പുള്ളി ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് പുള്ളി 7-8 വർഷം വീഡിയോ ഇട്ടു. എന്തിനാ മിസ്റ്റർ ബീസ്റ്റ് പോയി? കാർത്തിക് സൂര്യയുടെ കേസാണ്. കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യയുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, പുള്ളി തുടങ്ങിയ സമയത്ത് എല്ലാവരും പുള്ളിയെ കുറ്റം പറയുന്നു, ഇവൻ ഈ ക്യാമറ തൂക്കി പിടിച്ചോണ്ട് നടന്നിട്ട് എന്ത് കിട്ടാനാന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പം പുള്ളി കേരളത്തിലെ ഏറ്റവും വലിയ ഡെയിലി വ്ളോഗറാണ് കാർത്തിക് സൂര്യ എന്ന് പറയുന്ന വ്യക്തി. നമ്മള് ഒരു കാര്യം ചെയ്ത് നമ്മൾ ആ കാര്യത്തിലോട്ട് എത്തിപ്പെടുന്നിടം വരെ ആൾക്കാർ നമ്മളെ കുറ്റം പറയും. എത്തിപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയാം, കണ്ടോ അവനത് ചെയ്തു, നിങ്ങൾ എന്താ ചെയ്യാഞ്ഞെന്ന് ഒരു ചോദ്യമായിരിക്കും അടുത്തത് വരുന്നത്. പക്ഷെ അതുവരെ കുറ്റം പറയുന്നത് കേൾക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ പണിയും കൂടെ എടുക്കുന്നോണ്ടായിരുന്നു അങ്ങനെയുള്ള ബ്ലെയിം എനിക്ക് കുറവാണ്. കാരണം അയ്യോ ഇവക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇവൾ ഇത്രയും പഠിച്ചിട്ട് ഇവക്ക് പോയി വല്ല ജോലിയും ചെയ്തുകൂടെ? ഒരു കാര്യമായിരുന്നു. അതാ, ഒരു ജോലി ഉള്ളത് കൊണ്ട് ആ ചോദ്യം വരുന്നില്ലെന്നാണ് എന്റെ ഒരു ഇത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇവക്ക് സ്കൂളിൽ ഇത്രയും ഇതൊക്കെ സാലറി ഒക്കെ വാങ്ങിച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്തപ്പോൾ എന്നാത്തിന് ഈ റിസ്ക് എടുക്കുക, അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള ചാൻസ് ഉള്ളതാ. ശരിയാണ്. ജെഫിന് നിനക്ക് വന്നിട്ട് ചോദ്യം? എനിക്ക് അങ്ങനത്തെ ചോദ്യം എപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ നോക്കി. ചില സമയം ഇതിപ്പോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാഷൻ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ശ്രദ്ധ എന്നുള്ള ഈ ഇനിഷ്യേറ്റീവ് തന്നെ ഒരു പാഷൻ കൊണ്ട് ചെയ്യുന്ന. അതുകൊണ്ട് ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ ഞാൻ ഓവർകം ചെയ്യും. പക്ഷെ ചില പോയിന്റ് ഡൗൺ ആയിപ്പോ, ചില പോയിന്റ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേ നമുക്കായാലും നമ്മുടെ കൺട്രോൾ പോയില്ലേ. പിന്നെ എനിക്ക് വീട്ടിലെ മുതലേ ഇങ്ങനെ ഞാൻ പണ്ട് പഠിക്കാൻ അത്യാവശ്യം ബാക്കിലോട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത്, എല്ലാവരുടെയും പറച്ചിൽ നിന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്നത് ഞാനൊരു മടിയനായിട്ടാ, അല്ലെങ്കിൽ എന്റെ മടി കൊണ്ടാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഡിസ്ലെക്സിയ എന്നുള്ള ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളാണ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പാടാണ്, കാര്യങ്ങൾ തിരിഞ്ഞു പോവുക, ഈ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുക. ഇതൊരു വലിയ ടോപ്പിക്കാണ് ഗൈസ്. ഈ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് ശരിക്കും സത്യം പറഞ്ഞാൽ എല്ലാവരും അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഒരു നല്ലൊരു ശതമാനം പിള്ളേരും മടിയന്മാരായിട്ടല്ല അവർ പഠിക്കാത്ത, അവർക്ക് എന്തെങ്കിലും ഒരു പോരായ്മ. ഈ സോ കോൾഡ് നോർമൽ എന്ന് പറയുന്ന സാധനം അത് തെറ്റാണ്. നോർമൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് വളരെ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സൂപ്പർ ഹ്യൂമന് മാത്രമേ അത് പറ്റത്തുള്ളൂ എന്ന് പറയും. ബാക്കിയുള്ള മനുഷ്യനെല്ലാം അവരുടേതായ ഫോൾട്ടുകളുണ്ട്. ഒന്നല്ലെങ്കിൽ വേറെ മറ്റൊന്നായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറയാ നല്ലൊരു ജീവിതം ജീവിക്കുന്ന എനിക്കറിയാവുന്ന ഒരു ആളുണ്ട്, പുറമെ ഭയങ്കര എല്ലാവരും പറയാൻ നല്ലൊരാളാണ്. പക്ഷെ ആള് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ,
ഭയങ്കര വൃത്തിയായിട്ടൊരു മനുഷ്യൻ. പക്ഷെ അത് ആ വീട്ടുകാർക്കല്ലാതെ പുറത്തുള്ള ആർക്കും അറിയത്തില്ല. ബാക്കിയുള്ളവരെല്ലാം മുമ്പിൽ പുള്ളി നല്ല മനുഷ്യനാന്നുള്ള ഒരേ ഉള്ളൂ. അതാണ്, എല്ലാവർക്കും അവരുടേതായ ഫോൾട്ടുകളുണ്ട്. പക്ഷെ ആ ഫോൾട്ട് നമ്മൾ ചിലത് നമ്മൾ പുറത്തറിയുന്നു, ചിലത് നമ്മൾ പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ റിസ്ക് എടുത്തിരിക്കുവാണെങ്കിൽ നമ്മളിത് കേൾക്കേണ്ടി വരും. ആ മൈൻഡോടെ നമ്മൾ ഇരുന്നാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എല്ലാ കാര്യമൊന്നും വിജയിക്കത്തുമില്ല. പക്ഷെ ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഞാൻ മെയിനായിട്ട് ഒരു ടീച്ചർ ആയത് തന്നെ ഞാൻ കൊച്ചിലെ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഞാനൊരു മടിയനാണ്, മണ്ടനാണ്, എനിക്ക് പഠിക്കാൻ പറ്റില്ല. അതൊരിക്കലും വേറൊരു കുട്ടിക്ക്, എന്റെ മുമ്പിൽ വരുന്ന ഒരു കുട്ടിയെങ്കിലും അനുഭവിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ടീച്ചിങ് എന്നുള്ള പ്രൊഫഷൻ എടുത്തത്. അപ്പൊ ശ്രദ്ധ എന്നുള്ള ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള കാര്യം, ഇപ്പൊ നമ്മൾ തുടങ്ങിയേക്കുന്ന ബ്രാഞ്ച് ഓൺലൈൻ ട്യൂഷൻ എന്നുള്ള ഇതാണെങ്കിൽ അതിൽ നമ്മൾ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വളർത്തും ഇല്ലേ? പിന്നല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറെ. ഞാനിപ്പോ പറയുന്നില്ലേ, നമുക്ക് ഇപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ റിസ്ക് ഒന്നും എടുക്കാതെ ആരുടെയെങ്കിലും അണ്ടറിൽ ജോലി ചെയ്യാൻ, നമുക്ക് വേറെ റിസ്ക് ഒന്നും ഇല്ല. മാസാമാസം നമുക്ക് പറഞ്ഞിട്ടുള്ള സാലറി നമുക്ക് ക്രെഡിറ്റഡ് ആവും, വേറെ വിഷയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു മെന്റൽ ഹാപ്പിനെസ്, ഒരു സന്തോഷം എന്നൊക്കെ പറയുന്ന സാധനം എനിക്ക് ഇതിനകത്തൂടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, നമ്മൾ പറയത്തില്ല ഒരു ബേബി സ്റ്റെപ്സ് ആയതേ ഉള്ളൂ നമ്മള്. പക്ഷെ അപ്പൊ പോലും ഓരോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഔട്ട്പുട്ട് കാണുമ്പോഴും ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേറെ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല. അപ്പോ എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പണിയും കൂടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ അങ്ങ് ഇറങ്ങിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പോലും. കാരണം ഇപ്പം അത്രയും കൊടുക്കാൻ പറഞ്ഞു. പറ്റുന്ന ഒരു ഇൻപുട്ട് കുറവാണ്. കാരണം നമ്മൾ എത്ര ആയാലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് നമുക്കൊരു ആത്മാർത്ഥതയുണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങളോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്തായാലും ആ ഒരു ശ്രദ്ധ അങ്ങോട്ട് പോകും. പക്ഷെ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും നമ്മൾ ചെലവഴിക്കുന്ന ഈ എനർജി, നമ്മുടെ ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു നല്ലതിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. എനിക്ക് പല സാധനങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കാരണം അതിനുള്ള എനർജി നമുക്കില്ല, അതിനുള്ള സമയം നമുക്ക് ഇവിടെ കിട്ടില്ല. കാരണം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വഴികളാണ്, അതാണ് പറ്റിപ്പോകുന്നത്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇത് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പിള്ളേർക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട്, അയ്യോ ഇതുപോലൊരു ബുദ്ധിമുട്ട് പിടിച്ചൊരു സബ്ജക്ട് വേറെ ഇല്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ആവണമെന്ന് വിചാരിച്ചത് തന്നെ ഈ ഒരു അഭിപ്രായം മാറ്റണം എന്നൊരു ആഗ്രഹത്തോടെ. പക്ഷെ ഇതുവരെ എനിക്കതിന് സാധിച്ചില്ല. ഇനിയെങ്കിലും എനിക്കത് നമ്മുടെ ഈ ഇതിലൂടെ എങ്കിലും സാധിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. എന്തെങ്കിലും പറ. പറയൂ ഞാൻ ജാസ്മിൻ. അല്ലല്ല, ഞാൻ സത്യമായിട്ടും അത് തന്നെ കാര്യം. മാത്സ് എന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ, മാത്സ് ടീച്ചറിനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊള്ളാത്ത സബ്ജക്ട്. സത്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം, അത് മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കിയ നല്ല സബ്ജക്റ്റാ മാത്സ്. സത്യം അതിലും ഇംഗ്ലീഷ് പഠിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഹിന്ദി പഠിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ തിരിച്ചാ പിള്ളേര് കണക്കാക്കുന്നേ. സത്യം പറഞ്ഞ ഈ ലാംഗ്വേജ് ഒക്കെ പഠിക്കണമെങ്കിൽ ഒരു ഭാവന വേണം, ഒരു തല വേണം. അത്രയും തല വേണ്ട മാത്സ് പഠിക്കാൻ എനിക്ക് തോന്നുന്നേ. ഒന്നും വേണ്ട, അതാ. പക്ഷെ അത് എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മള് രണ്ട് രീതിയിലാണ്. ചിലര് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളവരായിരിക്കും, ചിലര് ഭയങ്കര റീസണിങ് ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളവർക്ക് നോക്കിയാൽ ഇപ്പൊ നമ്മുടെ കുട്ടികളെ തന്നെ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട്. ഇപ്പൊ മാത്സ് എളുപ്പമുള്ള, ഇപ്പൊ നമുക്ക് തന്നെ ഒരു വീട്ടിൽ തന്നെ രണ്ട് പിള്ളേരുള്ള ഒരു ക്ലാസ് ഉണ്ട് നമുക്ക്. അവിടെ ഒരു കുട്ടിക്ക് കൂടുതൽ ഇഷ്ടം സയൻസും കമ്പ്യൂട്ടറും മാത്സും ആണ്, മറ്റേ കുട്ടിക്ക് കൂടുതൽ ഇഷ്ടം ലാംഗ്വേജ് ആണ്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, രണ്ട് പേരുടെയും ബ്രെയിൻ രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരാള് കുറച്ചുകൂടെ റീസണിങ്ങും അങ്ങനെ മാത്സിന് വേണ്ടിയുള്ള രീതിയിലുള്ള ബ്രെയിൻ ആണ് ആ കുട്ടിയുടെ. അതുകൊണ്ടാണ് ആ കുട്ടികളിൽ തന്നെ, ഒരു വീട്ടിൽ തന്നെയുള്ള കുട്ടികൾക്ക് രണ്ട് രീതിയിൽ സെയിമാ. ഇവിടെ ഇപ്പം ഞാനും എന്റെ സിസ്റ്ററും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് കുറച്ചുകൂടെ മാത്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ആണ് അവളുടെ, എന്റെ കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ബ്രെയിൻ ആണ് എനിക്ക് വരുന്നത്. ആ ഒരു വ്യത്യാസം അത് വരും, അതിനനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുന്നത്. അല്ലടാ, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. എല്ലാരും ഭയങ്കര ഒരു തലവേദനയായിട്ട് കാണുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് മാത്സിനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് അതിനോടുള്ള ഇത് ഇപ്പൊ നീ പറഞ്ഞതുപോലെ, ഇപ്പം ഞാനൊരു പൂ കാണുന്നത് പോലെ ആയിരിക്കത്തില്ല നീ ഒരു പൂവിനെ കാണുന്നത്, അതിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഈ മാത്സിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ റീസണിങ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്കിപ്പോ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ഫോർമുലാസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കൊടുത്ത് ഇത് എങ്ങനെ വന്നതെന്ന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വരും. പക്ഷെ ഒന്നും പറയാതെ
പറ. ഈ കാര്യം ഭയങ്കര സത്യം. കാരണം ഈ കാർത്തിക് സൂര്യയുടെ തന്നെ പോഡ്കാസ്റ്റിന്റെ അകത്ത് ഒരിക്കൽ നമ്മുടെ ഈ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞത് സിജു സണ്ണി എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടല്ലോ, പുള്ളി വന്നിരുന്നപ്പം ഞാൻ കണ്ടു. ഈ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു എനിക്കറിയത്തില്ല, എനിക്ക് ഇതുപോലെ ഇഷ്ടം തോന്നിയ ഒരു മനുഷ്യനില്ല ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്തിനാ ഈ മാത്സ് ഒക്കെ, ഈ ടാൻ തീറ്റ കോസ് തീറ്റ, എന്തിനാ ഈ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ പഠിപ്പിക്കും? എനിക്ക് പുള്ളിയോട് റെസ്പെക്ട് തോന്നി. അതിനൊക്കെ ആ, ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതൊന്നും ഈ പറഞ്ഞു കൊടുക്കാതെ ഈ ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കാതെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് മടുപ്പ് തോന്നുന്നത്. ഇപ്പൊ ജാസ്മിൻ അതെ അതെ പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയ കാര്യം ഇതാ, എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പിടിച്ചെടുത്ത് ഈ പണി തീർക്കും. അത് മെയിൻലി ടൈം ഇല്ലാത്തതിന്റെ പ്രശ്നം. പിടിച്ചെടുത്തിട്ട് ആ ഇത് അത് പടി ഇത് പടി. ഇപ്പം എനിക്കറിയത്തില്ല എന്തിനാ സൈൻ തീറ്റ ടാൻ തീറ്റ ഒന്നും പഠിച്ചേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഡീപ്പ് അതെന്താ സംഭവം എന്ന് എനിക്ക് പറഞ്ഞു തരാതെ എന്നെ പിടിച്ചിരുത്തി. ഇപ്പൊ മാത്സ് പഠിക്കാൻ ഇഷ്ടമുള്ള പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ. ആ പിള്ളേർക്ക് പെട്ടെന്ന് ഇതൊക്കെ പഠിക്കായിരുന്നു. എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു വന്നപ്പോൾ ഭയങ്കര പാട്. ഡെറിവേഷൻ, ഞങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാധനം ഡെറിവേഷൻ മാത്രമേ പഠിപ്പിക്കത്തുള്ളായിരുന്നു. എനിക്കാണ് മാത്സ് അറിയാത്തതുകൊണ്ട് എനിക്ക് ഡെറിവേഷനും ഭയങ്കര പാട്. എനിക്ക് തിയറി പഠിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പരീക്ഷയ്ക്ക് പോലും ഡെറിവേഷൻ ചോദിച്ചെടുത്ത് ഞാൻ തിയറി എഴുതി വെച്ചാണ് ഞാൻ. ഒരു കാര്യമില്ലായിരുന്നു ഞാൻ സയൻസ് എടുക്കണ്ടേ, പക്ഷെ ഞാൻ സയൻസ് എടുത്തു. ഒരാവശ്യം ഇല്ലായിരുന്നു. എടുത്ത് പക്ഷെ എടുത്ത് അന്ന് ഡെറിവേഷൻ എഴുതി മുന്നോട്ട് പോയ ഒരുത്തനാ ഞാൻ. അതിന് മെയിൻ പറഞ്ഞതിന്റെ ഒരു മെയിൻ കാര്യം, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അവർ ലൈഫിൽ എവിടെയാണ് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് എടാ ഇതുകൊണ്ടുള്ള എടാ ജെഫിനെ, അതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് അത്രയും പറയാനുള്ള ഒരു ടൈം കിട്ടുന്നില്ലെന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിൽ ഇതെല്ലാം കാണുവേ, പക്ഷെ ഒരു ആ ക്ലാസ് ഇതും പറഞ്ഞുകൊണ്ടിരുന്ന ഇവര് പറയുന്ന പോർഷൻ തീരത്തില്ല. മനസ്സിലായോ? അതാ സംഭവിക്കുന്നേ അവിടെ. അതാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഉറപ്പ് പല ടീച്ചേഴ്സിന്റെ ഉള്ളിൽ കാണും, പലരുടെ ഉള്ളിൽ കാണും ഇത് ഇവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണമെന്ന്. പക്ഷെ നടക്കാത്തതിന്റെ കാരണം ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു 40 മിനിറ്റിന്റെ ടൈമില് പ്രോബ്ലം ചെയ്യിപ്പിച്ച് പോർഷൻ തീർക്കാൻ നോക്കുവോ, കഥ പറഞ്ഞുകൊണ്ടിരിക്കുവോ? അവിടെ ശരിയാ. അതാണ് കാരണം ഞാൻ പറഞ്ഞത്. അതാ പിള്ളേരോട് ഞാൻ നമ്മൾ പറഞ്ഞ ആ സ്വാതന്ത്ര്യക്കുറവെന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യക്കുറവെന്ന് പറയുന്നത് അതാണ്. നമുക്ക് ഒരു പ്രോബ്ലം എങ്കിലും ഒരു പ്രോബ്ലം വിട്ടുപോയാൽ പിന്നെ അത് കേസായി, പിന്നെ അത് വേണ്ട ടീച്ചർ എക്സസൈസിൽ ഒരു പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടില്ല, അത് പിന്നെ വഴക്കായി. നമുക്ക് ഞാൻ അപ്ലൈ ചെയ്ത് ഇതെന്ന് പറയാണ്. ഞാൻ കുറച്ച് ഈ ഫോർമുല വന്നതിന്റെ കാര്യവും കുറച്ച് ആപ്ലിക്കേഷൻ പറഞ്ഞു, പിള്ളേർക്ക് അതിന് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പിള്ളേർ എന്നെ കണ്ടുപിടിച്ച് വന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാ ക്ലാസ്സിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് പോർഷൻ തീർക്കണം. എങ്ങനെ ഇത് നടപ്പിലാകും? നമ്മൾ ഈ ഫോഴ്സ് ചെയ്യപ്പെടുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് അവിടെ കുറയ്ക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ട ബെനിഫിറ്റ് അവർക്ക് കിട്ടാണ്ടാകുന്നതിന്റെ ഒരു മെയിൻ റീസൺ നമ്മൾ ആ ഒരു ടൈം പീരീഡിലേക്ക് ഒതുക്കപ്പെട്ട് കളയുന്നത് കൊണ്ട് പറ്റിപ്പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എടാ ഇപ്പൊ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് ടീച്ചർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തന്നെ ഒരു കഥ ഉണ്ടാക്കി നമുക്ക് തന്നെ ഒരു വഴി ഉണ്ടാക്കി ഇത് മുഴുവൻ തീർക്കാം. പക്ഷെ നമുക്കറിയാലോ എന്തെല്ലാം ഉണ്ട്. ഇയർ പ്ലാൻ ഉണ്ട്, യൂണിറ്റ് പ്ലാൻ ഉണ്ട്, ലെസൺ പ്ലാൻ ഉണ്ട്. ഇങ്ങനെ 3 തട്ടുകൾ ഇവര് തന്നെ പ്രീ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വഴി കൂടെ അത്രയും അവറിൽ അത്രയും കാര്യങ്ങൾ എടുത്തു കൊടുക്കണം. ഇപ്പൊ എന്തുവാടാ, ഇപ്പൊ ഇതെല്ലാം പേരൻസും അവെയർ ആണ്. അവർക്കും ഇപ്പൊ എന്താ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് അവിടെ ചെല്ലും. ഇപ്പൊ എല്ലാ സ്കൂൾസിലും അതിൻ്റെതായ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ഓരോ മാസം എന്തൊക്കെ പഠിപ്പിച്ചു, ഇന്നെന്താ ഒന്നും ചെയ്യിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങളപ്പോ എന്തെടുക്കുമായിരുന്നു കണക്ക് പീരീഡ് എന്ന് ചോദിച്ചാൽ തീർന്നു അവിടെ. അതാണ് നമ്മൾ ആദ്യമേ ജിൽബി ഞാനും ആണെങ്കിലും ആദ്യമേ ഞങ്ങളുടെ ഈ ഒരു കാര്യത്തിലാണെങ്കിലും പറയുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യക്കുറവ് ഇതാ ഇതിന് പറ്റുന്ന ഒരു പ്രശ്നം. പറഞ്ഞേ, നമുക്കൊരു കാര്യത്തെ റെസ്ട്രിക്റ്റഡ് ആയി പോകുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കുറയും. ഈ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടത് പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ലെസൺ പ്ലാൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ്. ശരിയാണ്, നമ്മളൊരു ഐഡിയ ഉണ്ടാക്കും ഇത്ര, പക്ഷെ എത്ര പേര് ലെസൺ പ്ലാൻ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്? ഇത് ചുമ്മാ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതുന്ന ഒരു സാധനമാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്ന കാര്യം. അല്ലെങ്കിൽ പിന്നെ ഈ ക്ലാസ് പോലും ഇപ്പൊ നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്രിറ്റിസിസം നമ്മുടെ ലെസൺ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഒരു എല്ലാരെ കൊണ്ട് വായിപ്പിച്ച് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം അവരാ ചെയ്യേണ്ടത്. പക്ഷെ എത്ര സ്കൂളുകളിൽ അത് ആപ്ലിക്കബിളോ, എത്ര കുട്ടികളിൽ അത് ആപ്ലിക്കബിളോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്പം റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ ലെസൺ പ്ലാനുകളോട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി നമ്മൾ ഇന്ന ടൈമിലുള്ള ഇന്ന പോർഷൻ തീർക്കുമെന്ന് വെച്ച് അങ്ങനെ. അതുപോലെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സ്ക്രിപ്റ്റ് എഴുതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്രവൈസേഷന്റെ ഒരു മെയിൻ സ്ഥലമാണ്. പിള്ളേർക്ക് ഉണ്ടാകുന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ കുറിച്ചുവിട്ടല്ല, കാരണം അവരൊന്നും പെയ്ഡ് ആക്ടേഴ്സ് അല്ല.
ഡൗട്ട് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു കൊച്ചിനുണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരൊരു അലമ്പുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളത് ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. സിമ്പിളായിട്ട് ഒരിക്കലും അവിടെ നടക്കത്തില്ല. ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി നമുക്ക് വെക്കാം, ഇന്ന ടൈമിനുള്ളിൽ നമുക്കിത് തീർക്കണം, ഇന്ന കാര്യങ്ങൾ തീർക്കണം. അല്ലാതെ ഈ പറയുന്ന സാധനം അതൊരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് ചിലപ്പോൾ എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എനിക്കത് തോന്നുന്നത്. അല്ല, അതെ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്കും പറയാൻ പറ്റും അത് നടപ്പിലാവുന്ന കേസ് കേട്ടല്ല. കാരണം നമ്മൾ ചിലപ്പോ എഴുതി വെച്ചിരിക്കുന്ന പറയും. അല്ല, അവൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കാം. ഈ ദിവസം ഇന്ന ടോപ്പിക്, അത്രേ നടക്കത്തുള്ളൂ. അതിനപ്പുറം ടീച്ചർ ഇങ്ങനെ പറയുമ്പോ കുട്ടികൾ ഇങ്ങനെ പറയുന്നു, നെവർ. അതൊരിക്കലും നടക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു റിഹേഴ്സൽ കഴിഞ്ഞിട്ട് വരണം. അതെന്തായാലും നടക്കത്തില്ല. അപ്പൊ നമുക്ക് ഒരു വർഷം എന്നുള്ളത് ഒരു 2 വർഷമൊക്കെ പോയിട്ട് ഒരു വർഷം റിഹേഴ്സല് പ്രാക്ടീസ് എന്ന് പോകേണ്ടി വരും. ഇല്ല, ഈ സാധനം ശരിക്കും വെറുതെ പേനയും പേപ്പറും കളയുന്ന ഒരു പരിപാടി തന്നെയാണ്. കാരണം നമുക്ക് ഔട്ട്ലൈൻ ഉണ്ടാക്കാം, നമുക്ക് പ്ലാൻ ഉണ്ടാക്കാം, നമുക്കൊരു സിസ്റ്റമാറ്റിക് ഇത് പോകണം, ഇത്ര കാലം കൊണ്ട് ഇത് തീർക്കണം എന്നൊക്കെയുള്ളു. നമ്മൾ ചിലപ്പോൾ എഴുതി വെക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ എഴുതി വെക്കുന്ന മെത്തേഡ് ഒന്നായിരിക്കും, പക്ഷെ ചിലപ്പോൾ ആ കുഞ്ഞിന് അത് മനസ്സിലാവത്തില്ല. നമ്മളതിപ്പോ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അതപ്പോ വീണ്ടും എഴുതി വെക്കണം. ഭയങ്കര നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ എനർജി ഇടുന്നുണ്ട്, ഇതൊന്നും ആവശ്യമായിട്ട് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചാനലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഔട്ട്പുട്ട് കുറയുന്നത്. ഇപ്പൊ ഈ മീറ്റിംഗ് തീരും. അപ്പൊ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറെ വർക്കുകൾ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ പിള്ളേർക്ക് വേണ്ടി ഇപ്പൊ ലേണിംഗ് എയ്ഡ്സ് തന്നെ പിള്ളേർക്ക് നല്ല PPTയോ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതേക്കും. പിന്നെ ഒരു വീക്ക്ലി പ്ലാൻ പോലെ, അതായത് ടാർഗറ്റ് ഇത്ര ചെയ്യണം, അത് നല്ലൊരു കാര്യമായിരുന്നു. അതെ, എല്ലാവർക്കും പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അപ്ലൈ ചെയ്യുന്നതിനകത്തേ ഉള്ളൂ ബുദ്ധിമുട്ട്. എല്ലാരും പറയുന്നുണ്ട് PPT ഉണ്ടാക്കിക്കോ, വീഡിയോ ഉണ്ടാക്കിക്കോ, അനിമേഷൻ ഉണ്ടാക്കിക്കോ, കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് എക്സ്ട്രാ വർക്കായിട്ടാ തോന്നുന്നത്. കാരണം ആവശ്യമില്ലാത്ത കുറെ പണി അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം ജെഫിൻ പറഞ്ഞ പോലെ അതെടുത്ത് കളഞ്ഞിട്ട് ഇത് കയറ്റണം. അല്ലാതെ അതും ഇതൂടെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും PPT ഉണ്ടാക്കാനേ നമ്മള് ഇത് കാണിക്കത്തുള്ളൂ. ഒരു എന്താ പറയാ, എൻഗേജിങ് ആയിട്ടുള്ള ഇത് കാണിക്കാതിരിക്കത്തുള്ളൂ. മറ്റേത് എന്തായാലും സബ്മിറ്റ് ചെയ്യണത് നമ്മുടെ ജോലിയാ. പിള്ളേർക്ക് കാണിക്കാനുള്ളത് കാണിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോരെ എന്നുള്ളൊരു എക്സ്ക്യൂസ് അവിടെ വരും. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ അവിടെ ഉഴപ്പും. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മറ്റേതെടുത്ത് കളയുക, എന്നിട്ട് ഇത് കയറ്റുക. അപ്പൊ കുറച്ചുകൂടെ ടൈം നമുക്ക് കിട്ടും, നന്നായിട്ട് എൻഗേജിങ് ആക്കാം, എല്ലാം ചെയ്യാം. പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ആദ്യത്തെ കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. അറ്റൻഡൻസ് സബ്മിറ്റ് ചെയ്യണം, ക്ലാസിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം, ആടെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. അതിലൊക്കെ നമ്മുടെ സമയം പോകത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും അതിനകത്ത്. നമുക്ക് ഈ സിസ്റ്റം കേൾക്കാതിരിക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ ക്ലാസിന്റെ ക്വാളിറ്റിയിലായിരിക്കും ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെ. ഈ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒരു വിചാരമുണ്ടോ, ടീച്ചേഴ്സ് എന്തോ വെറുതെ ശമ്പളം വാങ്ങിച്ച് ഇരിക്കുന്നു എന്നുള്ളൊരു ഇതില്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫോറസ്റ്റിന്റെ ഒരു സർക്കുലർ കിടക്കുന്നുണ്ട്, ടീച്ചേഴ്സ് പാമ്പ് പിടുത്തം കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഞാനും കണ്ടു. ഇപ്പൊ ഇലക്ഷൻ ഡ്യൂട്ടി ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ടീച്ചേഴ്സിന് വരുന്നുണ്ട്. അതായത് ടീച്ചേഴ്സ് എടുക്കുന്ന ഒരു എഫേർട്ടിനെ ഒത്തിരി അണ്ടർമൈൻ ചെയ്യുന്നുണ്ട് ഇന്ന് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ. പിന്നെ ഈ ഇടയ്ക്ക് ഒരു പാർലമെന്റിൽ ഒരു സ്പീച്ച് കണ്ട, എഡ്യൂക്കേഷൻ ഒരു ക്ലാസ് നമ്മൾ പറയുന്നത് എന്താ, ഒരു നേഷന്റെ ഫ്യൂച്ചർ അതിന്റെ ക്ലാസ് റൂംസിലാണ് ബിൽഡ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബിൽഡ് ചെയ്യുന്ന ടീച്ചേഴ്സിന് അവർക്ക് അവരുടേതായ ഒരു ക്രിയേറ്റീവ് ഫ്രീഡമോ അവരുടേതായ, അല്ലെങ്കിൽ ഇപ്പം ഒരു ICC അല്ലെങ്കിൽ ഒരു CBSE ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കിട്ടുന്നതെന്ന് പറഞ്ഞ സാലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് ശോക അവസ്ഥയാണ് ഇപ്പോഴത്തെ ടീച്ചർമാർ വാങ്ങിക്കുന്ന ഒരു സാലറി എന്ന്. എന്നാൽ അതേസമയം ആ ടീച്ചർമാരിടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു ആളും ഇടുന്ന എഫേർട്ടിന് ഈക്വലന്റ് അല്ലെങ്കിൽ മേ ബി മോർ ആയിരിക്കും ഇടുന്നത്. പക്ഷെ അതിനുള്ളൊരു സാലറി കിട്ടുന്നില്ല. ഓൾമോസ്റ്റ് ഒരു ടീച്ചർമാർക്കും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ പ്രൈവറ്റിലൊക്കെ കുഞ്ഞു ക്ലാസ്സുകൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടീച്ചറിന് നല്ലോണം എനർജി സ്പെൻഡ് ചെയ്ത് നല്ലോണം വേണ്ട ഒരു എനർജി വേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് അറിയാം. ഇപ്പൊ വൈകിട്ട് ജാസ്മിനോട് മിക്കവാറും നമ്മുടെ ശ്രദ്ധയുടെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ജാസ്മിന് തിരിച്ച് സംസാരിക്കാൻ അല്ലെ റെസ്പോണ്ട് ചെയ്യാൻ. അത് കാരണം ടയേർഡായി, ഉള്ള എനർജി മുഴുവൻ എക്സ്പെൻസ് ചെയ്തിട്ടാ വരുന്നത്. ഇപ്പം പിന്നെ നേരത്തെ വർക്ക് ചെയ്തെടുത്തായിരുന്നു. കൊച്ചു പിള്ളേരെ നമ്മൾ നോക്കാന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെയല്ല. അത് ഭയങ്കരമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാണ് പരിപാടി പൊക്കോണ്ടിരിക്കുന്നത്. വലിയ പിള്ളേരെ കുഴപ്പമില്ല, നമുക്ക് പഠിപ്പിച്ചാൽ മതി. അതെ,
കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരു എക്സാം ഡ്യൂട്ടിക്ക് ഒരു 4ാം ക്ലാസ്സിൽ പോയി നിന്നു. നമ്മൾ പറയും കണ്ണുരുട്ടി ഒന്ന് ദേഷ്യപ്പെട്ട നിങ്ങൾ പേടിക്കാതിരിക്കുന്നു. എവിടെ പേടിക്കാൻ, പേടിയില്ല. ഒരു അന്ന് എന്താ പറയാ, അവർക്ക് എക്സാം എഴുതും, എക്സാം ഹോളിൽ. അപ്പൊ അവർക്ക് വായിച്ചും കൂടെ കൊടുക്കണം. നമ്മൾ ഹിന്ദി ആയിരുന്നു. അപ്പൊ ഞാൻ വായിച്ചും കൂടെ കൊടുക്കുന്നു. നെക്സ്റ്റ് വാ പറ എന്നുവെച്ചാൽ നമ്മളൊരു ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നവർ അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടുത്തത് പറയാം, ഇപ്പൊ പറയാം. എത്ര പറഞ്ഞാലും ഇവര് തലേ കയറത്തില്ല. അപ്പൊ നമ്മൾ ഇടുന്ന ഒരു എനർജി ഉണ്ട്, എന്റെ ദൈവമേ. അയ്യോ ഞാൻ പറയുകയാണെങ്കിൽ ഇത് എക്സാം ഹോളാന്ന് പറയാം. ക്ലാസ് റൂമിലുണ്ടല്ലോ ഇവര് പറക്കും ശരിക്കും. ഇവര് ലിറ്ററലി പറക്കും. എനിക്കല്ലേ ഉള്ളൂ എന്റെ രസാ കാണാൻ. പക്ഷെ ആസ് എ ടീച്ചർ നമുക്കത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമുക്ക് വന്ന് വഴക്ക് കേട്ടു, എന്റെ ആ ക്ലാസ്സിൽ എന്റെ എത്ര ബഹളം, എന്റെ അവിടെ ടീച്ചർ ഒന്നും ഇല്ലയോ, നമുക്ക് അതിന്റെ വഴക്ക് കിട്ടും. ഭയങ്കര ആത്മാർത്ഥമായിട്ട് പഠിക്കുമ്പോഴും അവർക്ക് എനർജിയാ. ഇപ്പം ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സില് പിള്ളേർക്ക് ക്യൂരിയോസിറ്റി. ഒരു ബാച്ച് പിള്ളേരുണ്ടല്ലോ, അവര് പഠിച്ചിട്ട് അവർക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതിനല്ല, ഒരു ബാച്ച് പിള്ളേർ പഠിച്ചിട്ട് അവർക്ക് അങ്ങോട്ട് പറയണം, സാറേ 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 എങ്ങനെയാ പിള്ളേർ ഇരിക്കുന്നത്. നമ്മൾ പെട്ടു. ഞാൻ മോനെ വിളിക്കാം എല്ലാരും വിളിക്കാം, ഇങ്ങനെ നിൽക്കേണ്ടി വരും നമ്മൾ ആ ക്ലാസ്സിൽ നിൽക്കുമ്പോ. പക്ഷെ രസമാ, ഒരു രീതിയിൽ രസമാ. എനർജിയാ. സാലറിയുടെ ആയിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് കേരളത്തിലാണ് ഏറ്റവും കുറവ് ടീച്ചർമാർക്ക് സാലറി. ഇനി അതേസമയം ഇപ്പം ജില്ലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഒരിക്കലും നമുക്കൊരു ഫാമിലി ലൈഫും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റേറ്റിൽ പോകണം. ഈവൻ ദോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നമ്മുടെ സദേൺ സ്റ്റേറ്റുകളുടെ തന്നെ കുറച്ചുകൂടെ ബോർഡറിങ് ഏരിയാസിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ട്രെയിൻ ഒരു ട്രാവൽ തന്നെ എടുക്കും ഓൾമോസ്റ്റ് ഒരു 10 hours അല്ലെങ്കിൽ ഒരു 15 hours മിനിമം. പക്ഷെ നല്ലൊരു സാലറി കിട്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. ആ നമ്മൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ഇങ്ങോട്ടുള്ള വരവിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. പുറമേ കാണുമ്പോൾ ആൾക്കാർ വരും, അവിടെ 40,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ സാലറി ഉണ്ടല്ലോ, എന്താ പോവാത്തെന്നൊരു ചോദ്യം ചോദിക്കും. ഇപ്പം നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണം കഴിച്ചു, 2 സ്ഥലത്ത് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് കാണുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. വല്ല വർഷത്തില് വല്ല 2 ദിവസമോ 3 ദിവസമോ വല്ല കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ഈ സാലറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷെ അതിന്റെ മെന്റൽ ഡിപ്രഷൻ വേറെ. അല്ലാതെ നാട്ടിൽ നിൽക്കുമ്പോൾ കൂടി വന്നാൽ ഒരു ഹൈസ്കൂൾ, ഒരു 6ാം ക്ലാസ് വരെയൊക്കെ മിക്കവാറുള്ള സ്കൂളുകളിലൊക്കെ 10,000 to 8,000 രൂപയുള്ള സാലറി. ഇന്നത്തെ കാലത്തെ ഒരു ഫാമിലിയുടെ എക്സ്പെൻസ് വെച്ച് ഈ 10,000 രൂപ 8,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അതാ എനിക്കൊരു ആളെ അറിയാം, അതാ ഞാൻ പറഞ്ഞത്. അതായത് വേറെ നിൽക്കുന്നതിന്റെ, നമ്മള് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യം പറഞ്ഞത് ജെസിൻ പറഞ്ഞോണ്ട് ഞാൻ പറയാം. അവര് മാറി നിൽക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, അത് നമുക്ക് ജോലി അങ്ങോട്ട് സെറ്റ് ആവാത്തതിന്റെ ബുദ്ധിമുട്ട്, അത് ബുദ്ധിമുട്ടുകളോടുകൂടി ബുദ്ധിമുട്ടുകൾ. അപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്ന് വരിക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി സെറ്റ് ആവുക, നമ്മുടെ ഫാമിലി ലൈഫ് സെറ്റ് ആവുക, എല്ലാം എന്ന് പറയുന്നത് ഒരു എന്താ പാരലായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്കൊരു ഇത് വരത്തുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്നാത്തിന് അവിടെ പോയി പണിയെടുക്കുന്നതെന്ന്. ഞാൻ കൊടുക്കുന്ന ഒരു കഷ്ടപ്പാടിന് ഒരു ഇത് കിട്ടുന്നില്ല. കാരണം ഇഷ്ടം പോലെ ആളുകൾ വിളിച്ചു. നമ്മള് എന്താ ആ ഒരു നമ്മൾ ഇപ്പൊ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പാടിന് ആ സാലറി വരുമ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പോവുമെങ്കിലും നമുക്കതിന്റെ ഒരു എന്താ സന്തോഷമുണ്ട് ആ സമയത്തെങ്കിലും. ഈ ഇത്രയും പണിയെടുത്തിട്ട് അയ്യോ ഇത്ര ഇട്ടെന്നുള്ളത് ആലോചിക്കുമ്പോഴത്തെ പിന്നെ അതൊരു മടുപ്പാവും. അങ്ങനെ അങ്ങ് മടുത്ത് ഇതാവുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. അതിപ്പോ നീ ഒരു വ്യക്തി എന്നുള്ള രീതി നിൽക്കുന്നുണ്ട്. ഇപ്പൊ നീ കല്യാണം കഴിച്ച് ഒരു കുടുംബത്തോടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി നിൽക്കാനുള്ള ഒരു ലിബർട്ടി കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടുന്നില്ല. ഇനി ഒരു കുഞ്ഞിപ്പം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ട്. കാരണം കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റുന്നില്ല. ഇപ്പം എന്തിനാ നമ്മൾ തമിഴ്നാട് പറയുന്നത്? കഴിഞ്ഞ വട്ടം ഞാൻ വർക്ക് ചെയ്തെടുത്ത് തന്നെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഇടുക്കി ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരാ. അപ്പൊ മിക്കവാറുള്ള ടീച്ചേഴ്സ് അവരുടെ കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് അപ്പച്ചനെ അല്ലെങ്കിൽ അമ്മച്ചിയെ ഏൽപ്പിച്ചിട്ട്, അതെല്ലാം കൊച്ചു പിള്ളേർ, അവരിവിടെ വന്ന് നിൽക്കുക. ഇവിടെ വന്ന് അവര് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഉണ്ടാവും, അതായത് അവരുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെങ്കിലും ഒരു സമയത്ത് അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ 10-40 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിന്റെ കൂടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സാലറി കിട്ടുന്നില്ല. ഡെയിലി വേജ് കിട്ടുന്നുണ്ട്, പക്ഷെ അത് ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഇത് വരുന്നു. ഇനി പോസ്റ്റ് പെർമനന്റ് ആവുമോ എന്നുള്ള ഡൗട്ട് വരുന്നു.
വലിയ തലവേദന പിടിച്ചൊരു പണിയാണ്. പിന്നെ നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തേക്കുള്ളത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കാരണം ഇത് സംസാരിച്ച് ചെയ്യാൻ നമ്മൾ ഇനിയും പോകും, മണിക്കൂറുകൾ പോകും. സത്യമാണ്. ജീവിതാനുഭവങ്ങളായതുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് അതാ കഥ വരുമ്പോഴേക്ക് മണിക്കൂറുകൾ പോകും. അതാ അതാ അപ്പൊ നമുക്ക് ഇന്നത്തേക്കുള്ളത് വൈൻഡപ്പ് ചെയ്താലോ? എന്നാ ഇന്നത്തേക്ക് നമുക്ക് അപ്പം എല്ലാരും ജോയിൻ ചെയ്തതിന് താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.